വിളിച്ചിരിക്കുന്ന GDS എന്ന പോസ്റ്റിലേക്ക് എങ്ങനെ സ്വന്തമായി ആപ്ലിക്കേഷൻ അയക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായി ഗൂഗിളിൽ ഇന്ത്യ പോസ്റ്റ് GDS എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ വരുന്ന ആദ്യ റിസൾട്ടായ ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴേക്കും ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് എന്തായി ഓപ്പണായി വന്നു. ഇവിടെ ഇടത് സൈഡിനായി സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ എന്നുള്ള ടാബിൽ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴേക്കും നമ്മുടെ ഏത് നമ്പറിലാണോ മൊബൈൽ നമ്പറിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായി ഇമെയിൽ ID എൻ്റർ ചെയ്യുക. നേരത്തെ പോലെ തന്നെ മൊബൈൽ നമ്പറിന് കൊടുത്തതുപോലെ വാലിഡേറ്റ് ഇമെയിൽ കൊടുക്കുക. അപ്പോഴേക്കും എൻ്റർ ചെയ്ത ഇമെയിലിലേക്കും OTP വരും. ഇൻബോക്സിൽ ഇമെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ സ്പാം എന്ന ഫോൾഡറിൽ കൂടി ചെക്ക് ചെയ്തോളണം. ചിലപ്പോൾ സ്പാമിലായിരിക്കും ഇന്ത്യ പോസ്റ്റിൻ്റെ OTP വരുന്നത്. OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് OTP കൊടുത്ത് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും വെരിഫൈ ചെയ്യുക. അടുത്തതായി പേര്, അച്ഛൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇവ 4 ഫില്ല് ചെയ്യുക. SLC ബുക്കിൽ എങ്ങനെയാണോ ഇവ 4 കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം ആപ്ലിക്കേഷൻ ഫോമിലും കൊടുക്കേണ്ടത്. ഇവ 4 ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത് ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിറ്റിയാണ്. ഇതിലാണ് നമ്മുടെ കാസ്റ്റ് ഏതാണെന്ന് രേഖപ്പെടുത്തേണ്ടത്. ജനറൽ ആണോ, OBC ആണോ, SC/ST ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് SLC പഠിച്ചത് നമ്മൾ ഏത് സർക്കിളിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് SLC പഠിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ സ്റ്റേറ്റ് കേരള കൊടുത്തു. അത് കഴിഞ്ഞ് SLC പാസ് ഔട്ടായ വർഷം ഏതാണോ ആ വർഷം എൻ്റർ ചെയ്യുക. അടുത്തതായി തൊട്ട് താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ സെക്ഷനാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യം ആധാർ കാർഡ് നമ്പറാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഓപ്ഷൻ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കുക. വൈകല്യങ്ങൾ S കൊടുക്കുന്നവർ ഏത് തരത്തിലുള്ള വൈകല്യമാണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഞാനിവിടെ വൈകല്യമില്ല, നോയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി SLCയിൽ നമ്മൾ പഠിച്ച സബ്ജക്റ്റുകൾ ഏതെല്ലാം എന്നാണ്. ലാംഗ്വേജസ് മാത്രം കൊടുത്താൽ മതി. ഞാനിവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇത് 3 SLCയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് 3 കൊടുത്തു. അടുത്ത ഓപ്ഷൻ വെദർ എംപ്ലോയിഡ്, നമ്മൾ എംപ്ലോയി ആണോ എന്നുള്ളതാണ്. നമ്മൾ എംപ്ലോയി ആണെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടുന്ന സമയത്ത് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകേണ്ടി വരും. തൊട്ട് താഴത്തെ ഓപ്ഷൻ ഫോട്ടോയാണ്. ഫോട്ടോ പറഞ്ഞിരിക്കുന്നത് 200x230 പിക്സലിൽ 50 KB താഴെയുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സിഗ്നേച്ചറാണ്. 140x60 പിക്സലിൽ 20 KB താഴെയുള്ള സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും വായിച്ച് നോക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് വ്യക്തമായി വായിച്ചു നോക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ ആദ്യ സ്റ്റെപ്പായ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും ഒരു രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ലഭിക്കുകയും ചെയ്യും. രജിസ്ട്രേഷൻ നമ്പർ കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം കണ്ടിന്യൂ ടു അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെയായി നമ്മൾ ഏത് സർക്കിളിലാണ് അപ്ലൈ ചെയ്യുന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ കേരള സർക്കിളാണ് സെലക്ട് ചെയ്തത്. അപ്പോഴേക്കും നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കൂടി വരും. ആ OTP കൂടി എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എൻ്റർ ചെയ്യുക. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ റെസിഡൻസ് അഡ്രസ്സാണ്. നമ്മുടെ പ്രൂഫിലുള്ള അഡ്രസ്സ് എങ്ങനെയോ അതുപോലെ തന്നെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. അഡ്രസ്സ് നൽകിയതിന് ശേഷം തൊട്ട് താഴെയായി ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ SLC പാസ് ഔട്ട് ആയതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. SLC പാസ് ഔട്ട് ആയത് 2007-2012 ബാച്ചിനകത്തുള്ളവർക്കാണെങ്കിൽ SLC ഫ്രം 2007-12 എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതല്ല നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കൊടുക്കുന്നത് 2013 അല്ലെങ്കിൽ 2013 അതിന് ശേഷമോ ഉള്ള വർഷമാണെങ്കിൽ ഇവിടെ SLC ഫ്രം 2007 to 2012 എന്ന സ്ഥാനത്ത്
ഫ്രം 2013 എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും ഉണ്ടാവുക. ഞാനിവിടെ പാസ് ഔട്ട് ആയത് 2011 ഒരാളുടെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ 2007 to 2012 എന്നുള്ള ഓപ്ഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഞാനിവിടെ SLC പാസ് ഔട്ട് ആയത് 2011 എന്ന വർഷം കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് SLC ഫ്രം 2007 to 2012 എന്നുള്ള ഓപ്ഷനായിരിക്കും. എന്നാൽ 2013 അതിന് ശേഷമോ സെലക്ട് ചെയ്ത ഒരാൾക്ക് ഇവിടെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്രം 2013 to ആയിരിക്കും. അതായത് 2013 ശേഷം എന്നുള്ള ഓപ്ഷനായിരിക്കും വരുന്നത്. അവർ സെലക്ട് ചെയ്യേണ്ടത് ഫ്രം 2013 എന്നുള്ള ഓപ്ഷനായിരിക്കും. ഞാനിവിടെ 2007 to 2012 ചൂസ് ചെയ്തു. തൊട്ട് താഴെ റിസൾട്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഗ്രേഡ് ചൂസ് ചെയ്യുക. ഗ്രേഡ് പഠിച്ചവരാണെങ്കിൽ ഗ്രേഡ് ചൂസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്നതിൽ 3 സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതായുണ്ട്. അതിൽ ആദ്യത്തേത് നോർമൽ കേരള ബോർഡ് പഠിച്ചവർക്കാണെങ്കിൽ എന്തായിരിക്കും? മലയാളം ഫസ്റ്റ് ആയിരിക്കും അവിടെ വരിക. രണ്ടാമത് ചൂസ് ചെയ്യാനുള്ളടുത്ത് വരിക മലയാളം സെക്കൻഡ് ആയിരിക്കും. മൂന്നാമത് ചൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് വരുന്നത് ഹിന്ദിയും ആയിരിക്കും. അത് ഓരോരുത്തരും പഠിച്ച സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് വയ്ക്കേണ്ടത്. ഇനി ഓരോരുത്തർക്കും കിട്ടിയ സബ്ജക്റ്റിൻ്റെ ഗ്രേഡ് തെറ്റാതെ എൻ്റർ ചെയ്യുക. മാർക്ക് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പിലാണ് നമുക്ക് വേണ്ട പ്രിഫറൻസ് ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏതെല്ലാം പോസ്റ്റ് ഓഫീസിലാണ് അല്ലെങ്കിൽ ഏത് സർക്കിളിലാണ് അപേക്ഷിക്കുന്നത് എന്ന് ചൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്. ഞാനിവിടെ സെലക്ട് ഡിവിഷൻ അപ്ലൈയിങ് ഫോർ എന്ന ഭാഗത്ത് ഞാൻ ചൂസ് ചെയ്യുന്നത് ട്രിവാൻഡ്രം നോർത്ത് ആയതുകൊണ്ട് ട്രിവാൻഡ്രം നോർത്ത് ഡിവിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഓരോരുത്തരും നോക്കുന്നത് അവരവരുടെ സർക്കിൾ ഏതാണോ ആ സർക്കിളാണ് ചൂസ് ചെയ്യേണ്ടത്. ചൂസ് ചെയ്ത് തൊട്ട് താഴെ വരുമ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഏത് സർക്കിളാണോ ആ സർക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ സർക്കിളിൽ വേക്കൻസി ഉള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളെയും ലിസ്റ്റ് താഴെ വരും. ഈ വരുന്ന ലിസ്റ്റിൽ നമുക്ക് ആദ്യം വേണ്ട പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഏത് പോസ്റ്റ് ഓഫീസാണോ ആ പോസ്റ്റ് ഓഫീസിൽ 1 എന്നുള്ള നമ്പറിൽ വേണം കൊടുക്കാനുള്ളത്. ഉദാഹരണത്തിന് ഞാനിവിടെ നോക്കുന്നത് അടയമൺ BO അടയമൺ ബ്രാഞ്ച് ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടയമൺ BO എന്ന സ്ഥാനത്ത് 1 എന്ന് വേണം സെലക്ട് ചെയ്യേണ്ടത്. അടുത്തത് ഞാൻ രണ്ടാമത് നോക്കുന്നത് ഇപ്പോൾ ഫരദന്നൂർ എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ ഫരദന്നൂർ എന്ന സ്ഥാനത്ത് 2 എന്ന് എൻ്റർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഏതാണോ ആ പ്രിഫറൻസിൻ്റെ മോഡലിൽ 1 തൊട്ട് നമുക്ക് കൗണ്ടില്ല എത്ര പോസ്റ്റ് ഓഫീസ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള എല്ലാ പോസ്റ്റ് ഓഫീസുകളും എന്ത് ചെയ്യുക? നമ്പർ ഇട്ടതിന് ശേഷം തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് സർക്കിൾ ഫോർ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ജോലിക്ക് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് നമ്മൾ ഏത് സർക്കിളിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ അതും ട്രിവാൻഡ്രം തന്നെ കൊടുത്തു. അപ്പോൾ നമുക്ക് അടുത്തുള്ള സർക്കിൾ ഏതാണോ ആ ഒരു സർക്കിളാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ വരുന്ന ചെക്ക് ബോക്സ് ഐ ഹിയർ ബൈ എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ഇടുക. ടിക്ക് ഇട്ടതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടാബ് കാണിക്കും. അവിടെ ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോഴേക്കും നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ ഫുൾ പ്രിൻ്റ് ഔട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നാം സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടുപോകേണ്ടതേ വരും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.